നമസ്കാരം. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുദ്ധവും കലാപങ്ങളും ഇല്ലാത്ത നാട് മാത്രമല്ല ഒരു സമാധാനപൂർണമായ നാട്. നീതി പുലരുന്ന ഇടം കൂടിയാണ് അങ്ങനെ ഒരു സമാധാനപൂർണമായ നാട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഇടം. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുകയാണ്. അവർക്കിന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അവർ ഇനി സ്വതന്ത്രരാണ്. അവരുടെ കേസ് റദ്ദാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഇന്ന് എന്ത് തീരുമാനം ഉണ്ടാകുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രാഥമികമായി ലഭിക്കേണ്ടുന്ന ഒരു നീതി കിട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആ സായാഹ്നത്തിലാണ് നമ്മൾ നേരം വൈകുന്നേരം ആരംഭിക്കുന്നത്. നമ്മുടെ ഫോക്കസ് സ്റ്റോറി, ഒപ്പം തന്നെ എന്നിട്ടെന്തായി സെഗ്മെന്റ്, അങ്ങനെ നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ പ്രേക്ഷകരുമായി ഞാൻ ഇനി 1 മണിക്കൂർ യാത്ര ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ തുടങ്ങിയ അന്വേഷണമാണ്. അത് 4മതൊരു സ്ത്രീയുടെ തിരോധാനത്തിൽ കൂടി എത്തി നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യന്റെ പങ്ക് സംശയിക്കുന്ന ഇടത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയും എത്രയെത്ര ഇരകൾ സെബാസ്റ്റ്യന്റെ വലയിൽ കുരുങ്ങിയിട്ടുണ്ട് എന്ന ആശങ്ക ഉണ്ടാകുന്ന മണിക്കൂറുകളാണ് കടന്നുപോയിരിക്കുന്നത്. കാരണം ഒരേപോലെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകൾ സാമ്പത്തികമായ ഇടപാടുകളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുമായി ബന്ധം സൃഷ്ടിക്കുന്നു. അതിനുശേഷം അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു, അവരെ വകവരുത്തുന്നു. ഇതൊരു പാറ്റേണായി ഇപ്പോൾ 4മത്തെ സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യനെ സംശയം മുന്നിൽ നിർത്തുകയാണ്. ആ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ന്യൂസ് 18 ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ആ വാർത്ത നൽകിയത്. എന്തായാലും ചേർത്തല സ്വദേശി തന്നെയായ സിന്ധു എന്ന് പറയുന്ന ബിന്ദു, ആ 2 പേരിലും അവർ അറിയപ്പെടുന്നതാണ്. ആ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ വീണ്ടും സംശയമുനയിൽ ആകുന്നത്. 2022 ഈ സംഭവം ഉണ്ടായത്. 2022 സിന്ധുവിനെ കാണാതാവുകയായിരുന്നു. സിന്ധുവിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തീരുമാനമായതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിനുള്ള തീയതി കുറിച്ചതാണ്. ആ തീയതി കുറിച്ച ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് സിന്ധുവിനെ കാണാതാകുന്നത്. തിരുവിഴ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ സിന്ധുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. സിന്ധു എന്ന പേരിലും ബിന്ദു എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അപ്പോൾ ബിന്ദു പിന്നീട് എവിടെ പോയി എന്നറിയില്ല. അന്ന് തന്നെ ബന്ധുക്കൾ പരാതി നൽകുന്നു, അന്വേഷണം നടക്കുന്നു. പക്ഷേ ബിന്ദുവിനെ കണ്ടെത്താനായിട്ടില്ല. ഇത് 2020 സംഭവിക്കുന്നത്. നമുക്കറിയാം 2006 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാനമുണ്ടാകുന്നു. അന്വേഷണം നടക്കുന്നു, കണ്ടെത്താനാകുന്നില്ല. 2012 ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനമുണ്ടാകുന്നു. അവരെക്കുറിച്ചും അന്വേഷിക്കുന്നു, യാതൊരു തുമ്പും കിട്ടുന്നില്ല. സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം ഒക്കെയും നാട്ടുകാരും മറ്റും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണം സെബാസ്റ്റ്യനിലേക്കൊന്നും എത്തുന്നില്ല. അത് പിന്നീട് ഒരു തുമ്പും കിട്ടാതെ അവസാനിപ്പിക്കുന്ന സാഹചര്യം. 2024 ജയനമ്മയുടെ തിരോധാനം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ 4മത്തെ സ്ത്രീയിലേക്ക് കൂടി എത്തി നിൽക്കുന്നത്. എന്താണ് 2020 സംഭവിച്ചത് എന്ന് നോക്കാം. ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡിൽ വെള്ളാരംകുന്നത്ത് വെളിയിൽ ബിന്ദുവിനെ കാണാതാകുമ്പോൾ 43 വയസ്സാണ് അവരുടെ പ്രായം. 2020 ഒക്ടോബർ 10-ാം തീയതിയാണ് വൈകിട്ട് 6:30 ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് ഇവർ പോയത്. പിന്നീട് ആരും കണ്ടിട്ടില്ല. മകളുടെ വിവാഹ തീയതി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഇവരെ കാണാതാകുന്നത്. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ബിന്ദു ഒറ്റയ്ക്കാണ് 2 പെൺമക്കളെയും വളർത്തിയത്. വിവാഹം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ഒരിക്കലും ബിന്ദു മക്കളെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് കുടുംബം പറയുന്നു. കാണാതായ അന്ന് വൈകിട്ട് തന്നെ അർത്തുങ്കൽ പോലീസിൽ പരാതി നൽകി കുടുംബം കാത്തിരുന്നു. ഒരു വിവരവും ലഭിച്ചില്ല. ബിന്ദുവിന്റെ അമ്മ ലീലയാണ് ആ ദുഃഖം ന്യൂസ് 18 പങ്കുവച്ചത്. അനന്തരക്കാരനാണ്, ചേട്ടന്റെ പെങ്ങടെ മകനായിരുന്നത്. അവനൊരു കേസിന് അവിടെ ബ്ലേഡ് ഉണ്ടാക്കി കേസ് ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ നിന്നതാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ ചതിച്ചതാണ്, വേർപ്പിണിയാക്കിയാണ് അവൻ കല്യാണം ചെയ്യണത്. ഉത്തരമ്പലത്തിൽ പോയി. ഞങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് തോന്നിയിട്ടില്ല ഇന്നുവരെ.
പോലീസ് എന്താ പറയുന്നത്? അവര് പറയണത് ഞങ്ങൾ തിരക്കിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നാ പറയണത്. എന്നായിരുന്നു അന്ന് നിങ്ങൾ പോലീസിൽ പരാതി നൽകി? അന്ന് തന്നെ, അന്ന് രാത്രി തന്നെ കൊടുത്തായിരുന്നു. കാണാഞ്ഞപ്പോ തന്നെ പരാതി കൊടുത്തതാണ്. വ്യത്യാസമൊക്കെ മാറ്റി വെച്ചില്ല. പിന്നെ മകളുടെ കല്യാണത്തിനടക്കം ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല 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 ഇല്ല. 2 മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയ സ്ത്രീയാണ്. ആ കല്യാണത്തിന് വേണ്ടുന്ന കുറേയധികം പണവും സ്വർണവും ഒക്കെ കരുതി വെച്ചിരുന്നു. പക്ഷേ കുറച്ചുകൂടി പണം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പണം നൽകാമെന്ന് പറഞ്ഞ ആരെങ്കിലും കബളിപ്പിച്ചോ എന്ന ഒരു സംശയം കുടുംബത്തിനുണ്ട്. തങ്ങളുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ഈ അമ്മയ്ക്കില്ല. കാരണം അത്രമാത്രം സ്നേഹിച്ച കുട്ടികളുടെ കല്യാണത്തിന് ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബിന്ദു വരാതിരിക്കില്ല എന്നതാണ് ആ അമ്മ പറയുന്നത്. സഹോദരിയായ മിനിയും അത് തന്നെ പറയുന്നു. ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കാം, അത് സെബാസ്റ്റ്യൻ തന്നെയാകാം ഒരു പക്ഷേ എന്ന സംശയമാണ് കുടുംബത്തിന്. പോലീസ് എന്ന് പറഞ്ഞത് അന്വേഷണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു തെളിവും ഇല്ലാത്ത കാരണം നിർത്തിവെച്ചപ്പോൾ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റണമെന്നാണ് അവർ പറഞ്ഞത്. അത് പോലീസുകാർ കൊണ്ടുവന്ന് നമ്മൾ ഒപ്പിട്ട് എൻ്റെ ചേട്ടൻ വാങ്ങിക്കുകയും ചെയ്ത്. പരാതി നൽകിയത് താങ്കളുടെ ഹസ്ബൻഡാണ്? എൻ്റെ ഹസ്ബൻഡാണ്, അനിലാണ് പരാതി നൽകിയത്. അപ്പൊ ചേട്ടൻ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു. എന്നായിരുന്നു അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നത്? അതിപ്പോ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട് മാഡം, 1 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അത് പോയി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്ത് അവിടുന്ന് അവർ കൂടി വന്നാണ് നമ്മുടെ കൂടെ തെരച്ചിൽ നടത്തിയത്. പോലീസുകാർ വന്നാണ് തെരച്ചിൽ നടത്തിയത്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നിങ്ങൾ തെരച്ചിൽ നടത്തിയത്? തെരച്ചിൽ നമ്മൾ പിന്നെ അമ്പലത്തിന് കിഴക്കുവശം, പടിഞ്ഞാറ് വശം, പിന്നെ ഹൈവേ അങ്ങനെ മൊത്തം നോക്കി. വടക്കോട്ടും എല്ലാം എങ്ങും കണ്ടെത്താൻ പറ്റില്ല. ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടും ഇല്ലായിരുന്നു. അമ്പലത്തിലെത്തിയിട്ടുണ്ടോ? അമ്പലത്തിലെത്തിയ അവിടെ വഴിപാട് നടത്തിയതിന്റെ രസീതൊക്കെ അവര് പോലീസുകാർ നോക്കി അവർക്ക് ബോധ്യപ്പെട്ടായിരുന്നു. അവർ നമ്മളോട് ഒന്ന് പറയുകയും ചെയ്തായിരുന്നു, അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തായിരുന്നു. 4 വർഷം അർത്തുങ്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു. യാതൊരു തുമ്പും കിട്ടിയില്ല. അതിനുശേഷം തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഈ കേസ് എഴുതിത്തള്ളുകയാണ് പോലീസ് ചെയ്തത്. ഇപ്പോൾ ജൈനമ്മയുടെ മരണത്തിന് ശേഷം സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ആരുടേതെന്ന സംശയം ഉയരുകയും DNA പരിശോധനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മറ്റ് തിരോധാനങ്ങളും അന്വേഷണത്തിന്റെ നിഴലിൽ വരുമ്പോൾ കുടുംബത്തിന് സംശയം സെബാസ്റ്റ്യന്റെ വലയിൽ ഇവരും കുടുങ്ങിയിട്ടുണ്ടാകും, ബിന്ദുവും കുടുങ്ങിയിട്ടുണ്ടാകും എന്ന സംശയമാണുള്ളത്. പോലീസും അങ്ങനെ തന്നെ കരുതുന്നു, അന്വേഷണ സംഘങ്ങളും അങ്ങനെ തന്നെ കരുതുന്നു. കാണാതായ ബിന്ദു പത്മനാഭൻ, ആയിഷ, ഒപ്പം തന്നെ ഇപ്പോൾ കാണാതായ 2020 കാണാതായ ബിന്ദു, ജൈനമ്മ, ഇവരാരും തന്നെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല. ഇവരെല്ലാം വകവരുത്തിയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2006 ബിന്ദു പത്മനാഭന്റെ തിരോധാനമുണ്ടാകുന്നു, 2012 ആയിഷയുടെ തിരോധാനമുണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് ജൈനമ്മയുടെ തിരോധാനമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വലിയ ഇടവേള ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് അന്വേഷണ സംഘം കരുതുന്നു. കാരണം ഒരു സൈക്കോ ക്രിമിനലായ സെബാസ്റ്റ്യൻ അത്ര നാൾ ഈ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഈ സിന്ധുവിന്റെ മരണം, ബിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സിന്ധുവിന്റെ മരണം, അതും സെബാസ്റ്റ്യന്റെ വലയിൽ വീണ് തന്നെ ആകാം എന്ന സംശയമാണ്. എന്തായാലും അർത്തുങ്കൽ പോലീസ് ഇപ്പോൾ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കുകയാണ്. അങ്ങനെ 4 കേസുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. നമ്മൾ ഇന്ന് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ്, അതും ശരണ്യ സ്നേഹജൻ തന്നെ പുറത്തുവിട്ട വിവരമാണ്. ജൈനമ്മ തിരോധാനത്തിൽ ഒരു നിർണായക വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. ഈ ജൈനമ്മയുടെ സ്വർണം ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് സെബാസ്റ്റ്യൻ പണം കൈപ്പറ്റിയെന്നുള്ള ഒരു വിവരം ജ്വല്ലറി ഉടമ തുറന്നു പറയുന്നതാണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്തത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചു എന്നതിന് തെളിവുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന വിവരങ്ങളുണ്ടായിരുന്നു. അതിൽ സംബന്ധിച്ച് അന്വേഷണ സംഘം കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. അതിനിടെയാണ് ജൈനമ്മയുടെ സ്വർണം കവർന്ന് അവരുടെ മരണത്തിന് ശേഷം അവരെ കാണാതായി എന്ന വാർത്ത വന്ന ആ ഇടവേളക്കാലത്ത് തന്നെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പണയം വെച്ച് വിറ്റ് ഈ പണം സെബാസ്റ്റ്യൻ കൈപ്പറ്റിയെന്ന തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത്. ഇവിടെ കൊണ്ടുവന്നാണോ പണയം വിറ്റത്? പണയം വെച്ചത് വേറെ ബാങ്കില്. ഏത് ബാങ്കിലായിട്ടാ വെച്ചത്? ബാങ്ക്. കുന്നത്തല്ലേ?
ഇല്ല അത് അവർക്കറിയാം, ക്രൈം ബ്രാഞ്ചിന് എല്ലാവർക്കും അറിയാം, അവിടെ പറഞ്ഞിട്ടുണ്ട് അവരോട്. നമ്മളോട് വരാൻ പറഞ്ഞതുകൊണ്ടാണ്. കുന്നത്ത് ബാങ്ക് അല്ലേ? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ വിൽക്കുവാണോ? ഇല്ല, അവിടെ തന്നെ എടുത്തു. പുള്ളി പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്. അന്ന് വന്നിട്ടില്ല, ഞാൻ പോയി എടുത്തതാ. അവിടെ എത്ര പവനായിരുന്നു? 25 ഗ്രാമിന്റെ അടുത്ത് എന്താ അങ്ങനെ 25 ഗ്രാം അല്ലേ? ഈ ഡേറ്റ് എന്നായിരുന്നു? 23 അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന്. ഏത് ഈ മാസമാണോ? ഇല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ 24 എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരെല്ലാം എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളപ്പോ ഇത് ഉരുക്കുന്ന ആൾക്കാരാണോ? ഉരുക്കുന്ന ആൾക്കാരെ. ആ ജ്വല്ലറി ഏതാ? കുന്നത്ത് ബാങ്കോ? ബാങ്കാണ്, പണയം സ്ഥാപനം. അവിടെ പണയം വെച്ചതാണ്. നിങ്ങൾക്ക് ജോലി അതാണ്, പണം എടുക്കുന്ന ജോലിയാണ്. ഈ ബാങ്കിന് സമയത്ത് വിറ്റ് കൊടുക്കുന്ന ജോലിയാണ്. അങ്ങനെ വലയിലാക്കിയ സ്ത്രീകളുടെ പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കുന്ന രീതി സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഞങ്ങൾ ഒളി ക്യാമറയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ. എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കുകയാണ്. ഒരു സൈക്കോ ക്രിമിനൽ ആണ് സെബാസ്റ്റ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്തിനാണ് ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയത്? വെറും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമാണോ? സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്? അതോ സെബാസ്റ്റ്യന് പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ഉയരുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയുണ്ട്. എന്തായാലും അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ ചുറ്റിപ്പറ്റി 4 സ്ത്രീകളുടെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ്. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2വിലേക്ക്. 9ാം നാൾ ജാമ്യം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് 9ാം നാൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഇന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എതിർക്കില്ല എന്ന് അമിത്ഷായുടെ ഉറപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും സാങ്കേതികമായി പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത്തരം സാങ്കേതികമായ ചില എതിർപ്പുകൾ മാത്രമാണ് ഉണ്ടായത്. അതിനൊടുവിൽ ഇപ്പോൾ സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും ജയിൽ മോചിതയായിരിക്കുകയാണ്. ഈ ജാമ്യ ഉത്തരവ് കോടതിയിൽ എത്തിച്ച് അവർ ജയിൽ മോചിതയായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ വിശദമായി തന്നെ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്ന് വിശദമായി നോക്കിയാൽ, ജാമ്യ ഹർജിയെ സെഷൻസ് കോടതിയിൽ എതിർത്ത പ്രോസിക്യൂഷൻ NIA കോടതിയിൽ നിലപാട് മയപ്പെടുത്തി. അവർ നിലപാട് മയപ്പെടുത്തി ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പൂർണ്ണമായി ഖണ്ഡിച്ചില്ല. പകരം ജാമ്യാപേക്ഷയെ സാങ്കേതികമായി എതിർക്കുക എന്ന രീതി മാത്രം തുടർന്നു. മനുഷ്യക്കടത്ത്, മതപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അമൃതോ ദാസ് വാദിച്ചു. 5ാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി. ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണ്ണമായ രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റങ്ങളാണ് എന്നാണ് അഭിഭാഷകൻ അമൃതോ ദാസ് വാദിച്ചത്. ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ ബിലാസ്പൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന യുവതികൾ ക്രൈസ്തവരാണ് എന്ന് കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു. യുവതികൾ ക്രൈസ്തവരെന്ന് മൊഴിയുണ്ട്. പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ്. ഒപ്പം കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതി കേസെടുത്തത് വെറും സംശയത്തിന്റെ പേരിൽ മാത്രമാണ് എന്നും ചൂണ്ടിക്കാട്ടി. കേസ് ഡയറിയിൽ നിന്ന് ഇത് വ്യക്തമാണ് എന്ന് കോടതി പറഞ്ഞു. അതിനുശേഷം കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, രാജ്യം വിട്ടുപോകരുത് എന്നിവയാണ് മറ്റുപാധികൾ. നമുക്ക് അഭിഭാഷകൻ അമൃതോദാസിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. न्यायालय द्वारा कल पूरा आदेश सुरक्षित रखा गया था और आज उन्होंने आदेश पारित किया है। माननीय न्यायालय ने सभी को बेल ग्रांट किया है और इस शर्त पे बेल ग्रांट किया है कि उनको 50,000 की श्योरिटी देनी है, 50,000 की, और 2 उसमें श्योरिटीज को जमा करना है जमानत। साथ ही साथ में एक शर्त यह है कि उनको अपने पासपोर्ट जमा करने पड़ेंगे, वो देश छोड़ के बाहर नहीं जा पाएंगे। और साथ ही ये भी है जो कंडीशन न्याय में ऑलरेडी प्रिस्क्राइब्ड है कानून में कि उनको थाने में कंसर्न थाने में इंफॉर्मेशन देनी पड़ेगी और आगे के लिए जो भी इन्वेस्टिगेशन होगा उसमें कोऑपरेट करना।
ഇന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകർ ഒന്നും തന്നെ കോടതിയിലെത്തിയില്ല. നമുക്കറിയാം, സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകർ കോടതിയിലുണ്ടായിരുന്നു. ഏതാണ്ട് ജാമ്യം തള്ളുന്നു അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ തന്നെ അവിടെ കോടതിക്ക് പുറത്ത് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു വലിയ ആഘോഷമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടേക്ക് വന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല, കോടതിയിൽ അവരുടെ അഭിഭാഷകർ പോലും എത്തിയില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇത് ജാമ്യം 9-ാം നാൾ ജാമ്യം ലഭിക്കുമ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് തങ്ങൾ കാത്തിരുന്നത് എന്നാണ് ഈ സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. നീതി കിട്ടി എന്ന ഒരു ബോധ്യം അവർക്കിപ്പോൾ ഉണ്ട്. തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, തങ്ങളുടെ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചതെന്ന് അവർ പറയുന്നു. മാത്രവുമല്ല, ജാമ്യം മാത്രം പോരാ, ഈ കേസ് തന്നെ റദ്ദാക്കണം എന്ന ഒരു ആവശ്യവും സിസ്റ്റർ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും കുടുംബാംഗങ്ങൾ പറഞ്ഞു. വടക്കേ ഇന്ത്യയിലുടനീളം എത്രയോ പാവപ്പെട്ട കന്യാസ്ത്രീമാരാണ് സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് കാവലാകുകയും ചെയ്യേണ്ടവർ അവരെ കൽത്തുറുങ്കിലടയ്ക്കുന്നത് കഠിനമായ വേദന ഉളവാക്കുന്ന കാര്യമാണ്. മേലിൽ ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. അവരെ തടസ്സപ്പെടുത്തുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്നത് കാടത്ത നീതിയാണ്. നമുക്ക് വേണ്ടത് നന്മപക്ഷമാണ്. അതുകൊണ്ട് ആ നന്മപക്ഷത്തിൻ്റെ വക്താക്കളാകാൻ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. ഒപ്പം നിന്നവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും. സന്തോഷം, അതീവ സന്തോഷം. ഞാൻ അതെ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. എല്ലാവരും, എല്ലാ പാർട്ടികളും, കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി. കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയായിരുന്നു CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഈ കേസ് റദ്ദാക്കണം, ഒപ്പം തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്ന അതിനെതിരെ നിൽക്കുന്ന തീവ്രവാദികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം എന്നുകൂടി മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. തെറ്റായ കേസിന്റെ പേരിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിനെ സഹായിച്ച എല്ലാവർക്കും, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, എല്ലാവർക്കും സർക്കാരിന് നന്ദി പറയുന്നു. ഇനി പ്രകാരം ഉള്ള കേസുകൾ വരാതിരിക്കാൻ, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ, വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ഭാരതത്തിലെ ബന്ധപ്പെട്ട എല്ലാവരോടും പറയുകയാണ്. ഭാരതം ഒന്നാണ്, നമ്മളൊക്കെ ഭാരതീയരാണ്. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, തീവ്രവാദ ഗ്രൂപ്പുകൾ ഇല്ലാതാകാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മധുരം പങ്കിട്ടാണ് ആ വാർത്ത സ്വീകരിച്ചത്. ഒപ്പം തന്നെ മന്ത്രി P. രാജീവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഈ നിയമം എപ്പോൾ വേണമെങ്കിലും ഏത് വിധത്തിലും ദുരുപയോഗം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമമാണ് എന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണം എന്ന കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതപരിവർത്തന നിരോധന നിയമം ശരിക്കും ഭരണഘടനയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ ഒരു നിയമം നിലനിൽക്കുന്നു. ആ നിയമം ഇപ്പോൾ വന്നിട്ട് BJP ഗവൺമെൻറ് സമയത്ത് വന്നു, കോൺഗ്രസ് ഗവൺമെൻറ് സമയത്ത് തുടർന്നു, ഇപ്പോൾ വീണ്ടും ആ നിയമം തുടരുകയാണ് ചെയ്യുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മാത്രവുമല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഭീതിതമായ സാഹചര്യമാണുള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. തീർച്ചയായും ജാമ്യം കിട്ടിയതിലെ സന്തോഷം പങ്കുവയ്ക്കുന്നു. കാരണം ചെയ്യാത്ത കുറ്റത്തിന് കഴിഞ്ഞ 9 ദിവസമായിട്ട് ഈ 2 പ്രായമായ കന്യാസ്ത്രീ അമ്മമാർ ജയിലിലായിരുന്നു. അതേസമയം ബജരംഗ് ദളിന് വേണ്ടി വന്ന
അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. വലിയ ക്രിമിനലുകളെ പോലെ, വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസ്ത്രീമാരെക്കുറിച്ച് ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഗവൺമെൻറ്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമത്തെ അതിജീവിച്ചു എന്നായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷിന്റെ പ്രതികരണം. കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്നും S. സുരേഷ് പ്രതികരിച്ചു. കഴിഞ്ഞ 9 ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടിയത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ നടപ്പാക്കിയ നിയമപ്രകാരമാണ് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നിയമം ജാമ്യമില്ലാ വകുപ്പാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കേരളത്തിന്റെ പൊതു താൽപര്യപ്രകാരവും അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ താൽപര്യപ്രകാരവും അവർ നിരപരാധികളാണ് എന്നും അല്ലെങ്കിൽ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നും നിയമപരമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഭവമുണ്ടായ അന്നു മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന്റെ വിജയമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായത് BJP സംസ്ഥാന നേതൃത്വമാണ്. ആ ഒരു ആശ്വാസമാണ് ആദ്യം പ്രതികരിച്ച S. സുരേഷിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ച വിവരങ്ങൾ പുറത്തു വന്നപ്പോഴുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് 3:45 കൂടിയാണ് കന്യാസ്ത്രീകളുടെ മോചനമുണ്ടായത്. അവർ 9 ദിവസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും അവിടെ കാത്തുനിന്നിരുന്നു. അവിടെ ദിവസങ്ങളായി ഉണ്ടായിരുന്ന റോജി M. ജോൺ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ, MLA, ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് LDF പ്രതിനിധി സംഘമായിരുന്നു. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വലിയ ആഘോഷപൂർവ്വം തന്നെ അവരെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടു. ഈ വിഷയത്തിൽ നേരിട്ട് ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്തുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടുവരെ കരുനീക്കിയത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിലേക്ക്. ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് അവര് നടപ്പിലാക്കി. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം ഞാൻ കണ്ടു. അവരെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇതൊരു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എനിക്ക്. ഞങ്ങൾ ഇത് ഇറങ്ങി 5 ദിവസം മുമ്പ് ഇറങ്ങി ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തു. അതെ, അധ്വാനിച്ചു. ഞങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. സഭ ഞങ്ങളോട് പറഞ്ഞു സഹായിക്കണം. ഞങ്ങൾ സഹായിച്ചു. ശരി, എന്തായാലും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതേസമയം ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായത്. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് വലിയ ആശ്വാസമാണ്. അപ്പോഴും കേസ് റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നിലുണ്ട്. അതിലൊക്കെ എന്ത് നടപടികൾ ഉണ്ടാകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. രാഷ്ട്രീയ വിഷയമായി കൂടി കേരളത്തിൽ മാറിയ സംഭവമാണ് ഇത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അനുരണനങ്ങൾ എങ്ങനെയാണ് എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ക്രൈസ്തവ സമൂഹം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ, വരാൻ പോകുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മലയാളി കന്യാസ്ത്രീകളുടെ ഈ അറസ്റ്റ് ഉയർത്തിയ വലിയ പ്രതിഷേധങ്ങൾ അവസാനിക്കും മുൻപ് തന്നെയാണ് ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന വാർത്ത, ഒരു ആരോപണം മലയാളി പാസ്റ്റർക്കെതിരെ രാജസ്ഥാനിൽ ഉയരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്തുക, ഒപ്പം തന്നെ മതവിശ്വാസത്തെ അപമാനിക്കുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഈ പാസ്റ്റർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലാണ് സംഭവം. അത് വലിയ പ്രതിഷേധത്തിന് വീണ്ടും ഇടയാക്കുകയാണ്. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ
ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തിയെന്നും വളരെ ഭീതിതമായ സാഹചര്യമാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നുണ്ട്. നമുക്കറിയാം ഛത്തീസ്ഗഡിൽ ഈ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യുവതികളുമായി ഇരുന്ന കന്യാസ്ത്രീകളെ കണ്ട് അവിടെ വിചാരണയ്ക്കെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. ഇവിടെ രാജസ്ഥാനിലും ഇപ്പോൾ അവർ തന്നെയാണ് പാസ്റ്റർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വളരെ ഭീതിയോടെയാണ് കഴിയുന്നത് എന്നതാണ് പാസ്റ്റർ പറഞ്ഞത്. നമ്മൾ ഇനി പോകുന്നു ഫോക്കസ് നമ്പർ 3യിലേക്ക്. നിശബ്ദനാക്കാൻ ഗൂഢനീക്കമോ? നമുക്കറിയാം ധർമ്മസ്ഥലയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉയർന്ന സ്ഥലമാണ്. അവിടെ ദുരൂഹമായ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു എന്ന കാര്യം ഒരു വെളിപ്പെടുത്തലോടുകൂടി പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് അവിടെ ഇപ്പോൾ SITയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുകയാണ്. SIT ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആളുകൾ, ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ SITയുടെ പ്രവർത്തനത്തിൽ ആദ്യം ഏറ്റവും നല്ല രീതിയിലുള്ള സഹകരണം ആണ് അവരുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്ന് പറഞ്ഞവരാണ്. പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടുത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. SITയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ തുറന്നു പറഞ്ഞ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ഈ തുറന്നു പറച്ചിൽ നടത്തിയ വ്യക്തിക്ക് ഭീഷണി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഭീതിതമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നതാണ് വരുന്ന വിവരം. അങ്ങനെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചതായി പരാതി ഉയരുന്നു. സാക്ഷിയുടെ അഭിഭാഷകൻ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. SIT ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന ഭീഷണി പോലും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മഞ്ജുനാഥ ഗൌഡ എന്ന ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തെളിവെടുപ്പിന് ശേഷം SIT ക്യാമ്പിലെ അടച്ചിട്ട മുറിയിൽ എത്തിക്കുകയും ബാഹ്യ പ്രേരണയിൽ മൊഴി നൽകാൻ മഞ്ജുനാഥ് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം സാക്ഷിയുടെ വീഡിയോ ചിത്രീകരിച്ചതായും അഭിഭാഷകൻ വെളിപ്പെടുത്തുകയായിരുന്നു. എന്താണ് ഇതിന് പിന്നിലെ പ്രേരണ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവരണം. നമുക്കറിയാം സാക്ഷി വലിയ രീതിയിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. അയാളുടെ ജീവന് പോലും ഭീഷണികളുണ്ട്. നമുക്ക് പുറത്ത് അയാളുടെ മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലാണ് തെളിവെടുപ്പിനും മറ്റും ഈ സാക്ഷിയെ എത്തിക്കുന്നത്. വലിയ സുരക്ഷയിലാണ് എന്ന് കരുതുമ്പോൾ പോലും SITയിലെ ഉദ്യോഗസ്ഥൻ ആ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭീതിതമാണ്. എന്തായാലും കേസ് അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥരുടെ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് ഈ സാഹചര്യം സൂചിപ്പിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ ആക്ഷൻ കമ്മിറ്റിയും മുന്നോട്ട് വെച്ചു. നേരത്തെ SITയുടെ പ്രവർത്തനത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ആക്ഷൻ കമ്മിറ്റി തന്നെയാണ് ഇപ്പോൾ മഞ്ജുനാഥ ഗൌഡയുടെ ഭീഷണിയുടെ സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയം മുന്നോട്ട് വയ്ക്കുന്നത്. തികച്ചും ഷോക്കിംഗ് ന്യൂസ് ആണത്. അതിപ്പോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് ഈ ഒരു SITയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. SITന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം ആയിട്ടുണ്ട്. ഭീമനെ കാര്യമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇനി ആ ഒരു ഉദ്യോഗസ്ഥനെ SITയിൽ ഇനി ഉണ്ടാവുമ്പോൾ അത് നമ്മളെ SITന്റെ തന്നെ ഒരു വിശ്വാസ്യതക്ക് ഒരു കളങ്കാണത്. SITന്റെ പോക്ക് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. SIT എന്ന് പറയുന്നത് വെറും ഒരു ഉദ്യോഗസ്ഥനിൽ ഡിപ്പെൻഡ് ചെയ്ത് പോണ വിഷയമല്ല. എന്നിരുന്നാലും ഈ ഒരു ഉദ്യോഗസ്ഥന് SITയിൽ എടുക്കണ 20 പേരുണ്ടെങ്കിൽ ആ 20 പേരും ഒരു ക്ലീൻ റെക്കോർഡുള്ളവരായിരിക്കണം എന്നുള്ളതാണല്ലോ. എന്തായാലും ഇപ്പോൾ ഭീഷണിപ്പെടുത്താനുള്ള നീക്കങ്ങൾ വരുമ്പോൾ ആക്ഷൻ കമ്മിറ്റിക്കും അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടി വരുന്നു. കാരണം ഉദ്യോഗസ്ഥരുടെ തലങ്ങളിൽ നിന്ന് തന്നെ ഭീഷണി ഉയരുന്നത് അത്രമാത്രം ആശങ്കാജനകമാണ്. എന്തായാലും ഇന്നും ഈ 5ാം ദിവസവും തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 മുതൽ 12 വരെയുള്ള പോയിന്റുകളിലാണ് ഈ 5ാം ദിവസം പരിശോധന നടക്കുന്നത്. മഞ്ജുനാഥ ഗൌഡ ആരോപണ വിധേയനായതോടുകൂടി തന്നെ മഞ്ജുനാഥ ഗൌഡയെ ഈ ടീമിൽ നിന്ന് ഒഴിവാക്കിയാണ് ഇന്ന് SIT സംഘം ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. മഞ്ജുനാഥ ഗൌഡയെ തെരച്ചിൽ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു.
എന്തായാലും അവിടെ നിന്ന് KV ബൈജു ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. 5ാം ദിനം ഇതുവരെ എന്ത് സംഭവിച്ചു എന്ന് ബൈജു വിശദീകരിക്കും. ബൈജു, 5ാം ദിനം ഇപ്പോൾ ഏതാണ്ട് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്തേക്ക് എത്തുകയാണ്. എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ SIT അംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വാർത്ത അവിടെ ഏത് സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? രേണുക, ഇന്ന് 5ാം ദിനത്തിൽ 9ാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന ആരംഭിച്ചത്. 11:30 തന്നെ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് SIT സംഘം ഇവിടെ എത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം വിപുലമായ പരിശോധന, അതായത് ഈ ചുറ്റും ഇത്തരത്തിൽ മറയുണ്ടാക്കി പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലാണ് പരിശോധന. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു അത് സംബന്ധിച്ച് നമുക്കൊരു സ്ഥിരീകരണമില്ല, ഒരു കൃത്യതയില്ല. കാരണം ഇത് ക്രോഡീകരിച്ച് മുഴുവൻ പരിശോധന നടത്തിയതിനു ശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. ഒരു പക്ഷേ ചൊവ്വാഴ്ചയോടുകൂടി ഇത്തരത്തിൽ 13 പോയിന്റും പരിശോധന പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 9ാം പോയിന്റിലാണ് പരിശോധന നടക്കുന്നത്. നാളത്തെ പരിശോധന സംബന്ധിച്ച് തീരുമാനമായില്ല. ഒരു പക്ഷേ ഞായറാഴ്ചയും പരിശോധന ഉണ്ടായേക്കാം. എന്തായാലും വളരെ വേഗത്തിൽ 13 പോയിന്റും പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം കൂടുതൽ ഇടങ്ങളിൽ മാർക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാനാണ് SIT ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാകുമോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചർച്ചയിലൂടെ പരിഹരിച്ചതിന് ശേഷം ഒരു പരിശോധനയ്ക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിച്ചത്. അതോടൊപ്പം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഇടം അത് വിശദമായി പരിശോധിച്ചിരിക്കുന്നു. എന്തായാലും 6ാം പോയിന്റ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ അവിടെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇതിന് ചുറ്റും ഇത്തരത്തിൽ മറച്ചു വെച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. JCB ഉപയോഗിച്ച് പരിശോധന നടക്കുന്നു. വളരെ വേഗത്തിൽ ഈ പരിശോധന 13 പോയിന്റും പൂർത്തിയാക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത്. അതായത് 500 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഇനി 12 പോയിന്റുകളും ഉള്ളത്. ആ 12 പോയിന്റ് പോയതിനു ശേഷം ഈ നേത്രാവതി പുഴയുടെ തീരത്തായുള്ള ആ ഒരു 13ാം പോയിന്റ്, ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്ത 13ാം പോയിന്റ്, അവിടെ കൂടി പരിശോധന പൂർത്തിയാകും. ചൊവ്വാഴ്ചയോടുകൂടി ഈ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധന പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ചയോടുകൂടി ഒരു വാർത്താ സമ്മേളനം DGPയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ ഉണ്ടാകും. ആ വാർത്താ സമ്മേളനമായിരിക്കും ഇതിൽ വിശദമായ കാര്യങ്ങൾ, SIT പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കുക. എന്തായാലും KV ബൈജു നൽകുന്ന വിവരം അനുസരിച്ച് ബുധനാഴ്ച ഒരു നിർണായക വിവരമാകും. അതുവരെ നടന്ന തെരച്ചിലിന്റെ ഒരു ആകെത്തുക എന്താണ് എന്ന് SIT തന്നെ വിശദീകരിക്കുന്നത് നന്നായിരിക്കും എന്നതാണ് അറിയുന്നത്. എന്തായാലും SITയിൽ നിന്ന് തന്നെ സാക്ഷിക്ക് ഭീഷണി നേരിടേണ്ടി വരുന്നു എന്നത് ഗൗരവതരമായ വിഷയമാണ്. നേരത്തെ അഭിഭാഷകന്റെ പ്രതികരണം കാണാൻ കഴിഞ്ഞില്ല. അഭിഭാഷകന്റെ പ്രതികരണം ഒന്ന് കാണാം. ഇപ്പം ഞാനും BLR ന്യൂസിനകത്ത് കണ്ട്, ഇപ്പം ന്യൂസ് ഞാനും നോക്കി, അന്നേരം ആൾക്കാരെല്ലാം വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വേണ്ടി. ഇത്ര നാളെ SITന് വേണ്ടി വിശ്വാസമായിരുന്നു. അന്ന് SITന്റെ മേലാധികാരി മേളിൽ വിശ്വാസം. അന്നേരം ഇതിൻ്റെ ഈ സെൻട്രിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യന് മേലെ വിശ്വാസം ഇല്ല. ഇവൻ ആദ്യം തുടങ്ങിയിട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു. ഇവൻ്റെ എന്താ പറഞ്ഞാൽ ഇവൻ ജോലി ചെയ്ത സ്ഥലത്തെ എല്ലാം എൻക്വയറി ചെയ്യുമ്പോഴും ഈ മഞ്ജുനാഥ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഈ ഭീമൻ എന്ന് പറഞ്ഞ ഈ ഭീമനെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ പെർമനന്റ് ജയിലിൽ തന്നെ പോവും, നീ ഇവിടെ നിൽക്കുകയല്ല, നീ കേസിനകത്ത് പിന്മാറണമെന്നൊന്ന്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ ഇവരെന്താ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ ധർമ്മസ്ഥല വീരേന്ദ്രഗിലേനെ നീ ജയിലിൽ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ സൗജന്യനെ എവിടെയാ കൊന്നേക്കുന്നത് അവിടെ തന്നെ ജയൻ തെട്ടി ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട്. ശരി, എന്തായാലും ഭീഷണികൾ തുടരുകയാണ്. അതേസമയം തന്നെ ധർമ്മസ്ഥല ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു, സ്റ്റേ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിങ്ങിനുള്ള സ്റ്റേ തൽക്കാലം റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പക്ഷേ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഭാഗത്ത് മാധ്യമങ്ങളെ കാണാൻ കഴിയാത്ത തരത്തിൽ മറച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ SIT പറയുമ്പോൾ മാത്രമേ അവിടെ നടക്കുന്ന തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും KV ബൈജു ധർമ്മസ്ഥലയിൽ തന്നെ തുടരുകയാണ്. ആ ഇരകൾക്ക് നീതി കിട്ടും വരെ ന്യൂസ് 18 ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങൾക്ക് പിന്നാലെ തന്നെ ഉണ്ടാകും.
താരസംഘടനയിലെ താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പരസ്യപ്പോരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. മുതിർന്ന താരങ്ങളൊക്കെ ഇടപെട്ട് അതൊക്കെ കുറെ ഏറെ പരിഹരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഒരു പടയൊരുക്കം തന്നെ അമ്മ താരസംഘടനയിൽ നടക്കുന്നത്. കുക്കു പരമേശ്വരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള വെളിപ്പെടുത്തലുകൾ വരുന്നതിന് മുൻപ് തന്നെ ഈ താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഉള്ള യോഗത്തിൽ നടന്ന ചർച്ചകൾ, ചില തുറന്നു പറച്ചിലുകൾ, അതൊക്കെ നടന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ മെമ്മറി കാർഡ് കൈവശം വെച്ചിരിക്കുന്നു. ആ മെമ്മറി കാർഡ് കൈവശം വെച്ചുകൊണ്ട് ചിലരെ ഭീഷണിപ്പെടുത്തുന്നു. ആ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിൽ ഇരിക്കും കാലം തങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് കുക്കു പരമേശ്വരനെതിരെ മറ്റ് താരങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അങ്ങനെ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ് അമ്മയിലെ സാഹചര്യം. കുക്കു പരമേശ്വരനെതിരെ വലിയ രീതിയിലുള്ള പടയൊരുക്കം താരസംഘടനയിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് കുക്കു പരമേശ്വരനെതിരെ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നടി പൊന്നമ്മ ബാബുവാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപാണ് അമ്മയിലെ വനിതാ അംഗങ്ങൾ ഒരുമിച്ചുകൂടി ഈ രീതിയിലുള്ള ദുരനുഭവങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത്. ആ യോഗം വീഡിയോയിൽ പകർത്തിയതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരനാണ് കൈവശം വെച്ചത്. മെമ്മറി കാർഡിനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ അത് കൈവശമില്ല എന്ന ഒരു മറുപടി കുക്കു പരമേശ്വരൻ നൽകുന്നു. അതാണ് ഇപ്പോൾ ഭീതിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഈ പൊന്നമ്മയും ഒപ്പം തന്നെ ഉഷയും പോലെയുള്ളവർ ആരോപിക്കുന്നത്. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ, അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം SIT രൂപീകരിക്കുന്നു, കേസന്വേഷണവുമായി മുന്നോട്ട് പോകാനൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ പോലും അവിടെ കമ്മിറ്റിക്ക് മുൻപാകെ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അന്വേഷണം എന്നത് അത് പറഞ്ഞ ആരും ആഗ്രഹിച്ചിരുന്നില്ല. അവർ നേരിട്ട് പരാതി നൽകുന്നതിൽ വിസമ്മതിച്ചിരുന്നു. അങ്ങനെ SITയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എത്തി. അപ്പോൾ അന്വേഷണം ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് അവർ. കമ്മിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ അതേപോലെ താരസംഘടനയുടെ ഒരു യോഗത്തിൽ വളരെ കൂടുതൽ ആളുകൾ തുറന്നു പറഞ്ഞ വിവരങ്ങൾ ഒരാളുടെ കൈവശം തെളിവായിരിക്കുന്നു എന്നത് തങ്ങൾക്ക് ഭീതിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ദുരുപയോഗിക്കുന്നു, ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്ന വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് കുക്കു പരമേശ്വരനെതിരെ ഈ സ്ത്രീകളായിട്ടുള്ള അഭിനേത്രികൾ തന്നെ രംഗത്തെത്തി പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റു പ്രതികരണങ്ങൾ ഒന്നും കൂടുതൽ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് കണ്ടറിയേണ്ട സാഹചര്യമാണ് ഉള്ളത്. മറ്റ് താരങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. പക്ഷേ ഇത് ഒരു കൂട്ടായ ഒരു നീക്കം തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ. ഒരുപക്ഷെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഈ ആരോപണങ്ങൾ പുറത്തു വരുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടിയാണ്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സംഭവം, അതിനുശേഷം ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിന് തുടർന്ന് ഏതാണ്ട് 4 വർഷത്തിന് ശേഷം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും SIT രൂപീകരണവും ഒക്കെ നടക്കുന്നു. കേസുകൾ പലതും എടുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാർ എന്തിതിൽ ചെയ്തു എന്ന ചോദ്യം വളരെ ശക്തമായിരുന്നു. അതിനൊടുവിലാണ് സിനിമാ നയരൂപീകരണം, അതിനുവേണ്ടി കോൺക്ലേവ് ചേരും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. ആ പ്രഖ്യാപനം വന്ന് ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ആ കോൺക്ലേവിന് തുടക്കമായിരിക്കുകയാണ്. അതിൻ്റെ നയരൂപീകരണത്തിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു കരട് നയം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ അമ്മയിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് എന്നത് നമ്മൾ കാണണം. ഏതായാലും നയരൂപീകരണത്തിൽ ഇതുവരെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരുപാട് ആശങ്കകളുണ്ട്. അവിടെ സ്ത്രീകൾക്ക് ചേരാത്തൊരു വർക്ക് സ്പേസ് ആണ് എന്നത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. മാത്രവുമല്ല, കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചൂഷണങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ ഉതകും വിധത്തിലുള്ള നിയമനിർമ്മാണമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള കരടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കോൺക്ലേവിൽ ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യലുകൾക്കൊടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഒരു നയരൂപീകരണം, നിയമരൂപീകരണത്തിലേക്ക് എത്തുക. അങ്ങനെ ആശാവഹമായ കാര്യം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഴുപ്പലക്കലുകൾ, പരസ്യ ഏറ്റുമുട്ടലുകൾ മറ്റൊരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത്.
യോഗത്തിൽ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്ന വലിയ ആരോപണമുയരുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണോ ഇത് പറയുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് അമ്പയിൽ സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ സമയത്തൊക്കെ വരെ ഈ ഏറ്റുമുട്ടലുകൾ തുടരുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം ഒരു ഭാഗത്ത് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ചില നല്ല നീക്കങ്ങൾ കൂടി നടക്കുകയാണ്. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 5ലേക്ക്. ട്രംപ് ഇത് എന്ത് ഭാവിച്ചാണ് ഇന്ത്യക്കെതിരെ വ്യാപാര തീരുവ ഉയർത്തിയത്, ഒപ്പം തന്നെ അതിൽ പിഴ ഉൾപ്പെടുത്തിയത് ഒക്കെ? ട്രംപ് അങ്ങനെയുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നതിന് കാരണങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയുടെ വിലക്ക് മറികടന്നുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപിനെ ചൊടിപ്പിച്ച കാരണം എന്നത് വളരെ വ്യക്തമാണ്. ഇന്ന് ട്രംപ് തന്നെ അതൊന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചെന്ന് കേട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങിയതിന് ഇന്ത്യക്ക് പിഴ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ശരിയാണെങ്കിൽ അത് നല്ല നടപടിയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്നതാണ് ട്രംപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ താൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതിന്റെ കാരണം ട്രംപ് തന്നെ തുറന്നു പറയുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര നയങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് 25% പകരം തീരുവയും ഒപ്പം തന്നെ പിഴയും ട്രംപ് പ്രഖ്യാപിച്ചത്. നല്ല സുഹൃത്താണ് എന്ന് പറയുമ്പോഴും ഇന്ത്യയുമായുള്ള കച്ചവടത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് നേട്ടമൊന്നുമില്ല. വളരെ കുറച്ച് കച്ചവടം മാത്രമേ അമേരിക്കയ്ക്ക് നടത്താൻ കഴിയുന്നുള്ളൂ. ഞങ്ങളിൽ നിന്ന് മറ്റാരും വാങ്ങാത്തത്ര തീരുവ പിടിക്കുന്നു. ഇതൊക്കെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. മാത്രവുമല്ല, റഷ്യയുമായി ചേരുന്നു, വിലക്ക് ലംഘിച്ച് റഷ്യയുമായി കൂട്ടുകൂടുന്നു എന്നുള്ള സാഹചര്യം കൂടി ട്രംപ് എടുത്തു പറഞ്ഞു. US വ്യാപാരത്തിൽ തന്റെ രാജ്യത്തിന് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ 4570 കോടിയുടെ കമ്മിയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് പിഴ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അതിനൊടുവിലാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നൊരു കാര്യം ട്രംപ് സൂചിപ്പിക്കുന്നത്. റോയിറ്റേഴ്സിൽ വന്ന ചില വാർത്തകൾ ട്രംപ് ഇതിന് അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പെട്രോളിയം കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരാഴ്ചയ്ക്ക് നിർത്തിയെന്ന ഒരു റോയിറ്റേഴ്സ് വാർത്തയുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ട്രംപ് ഈ വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ ഓരോ സമയത്തെയും വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ എണ്ണ വ്യാപാരം അല്ലെങ്കിൽ എണ്ണ പർച്ചേസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് രാജ്യത്ത് എണ്ണവില സാഹചര്യങ്ങൾ നോക്കിയാണ് രാജ്യത്ത് ഇത്തരം ക്രയവിക്രയങ്ങൾ നടക്കുന്നത് എന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടിയെന്ന് അറിയില്ല. ട്രംപ് തന്റെ മനോവിചാരം ഇങ്ങനെ പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യ കൂടുതൽ സമ്മർദ്ദങ്ങൾക്ക് പോകേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിന് പോകേണ്ട എന്നൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ UK-യുമായി വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് അടിപ്പെടേണ്ട എന്നത് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പോഴും സമ്മർദ്ദം തുടരുന്നു അമേരിക്ക എന്ന് വേണം വ്യക്തമാക്കാൻ. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ട്രംപ് വാണിജ്യ കരാർ ഏർപ്പെടുന്നതിൽ നിന്ന് പലകുറി ചർച്ചകൾ നടക്കുമ്പോഴും അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ മാസം പകുതിക്ക് ശേഷം ഇവിടെ തുടർ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അധിക തീരുവ ഏർപ്പെടുത്തിയ തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും വലിയ അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നതും. എന്തായാലും എന്താണ് തന്റെ മനസ്സിലിരിപ്പ് എന്നത് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. മാത്രവുമല്ല, റഷ്യൻ തീരത്തിനടുത്ത് വലിയ ആയുധ സന്നാഹമൊക്കെ ഒരുക്കുന്നുണ്ട്. മെദ്വദേവുമായിട്ടൊക്കെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വാക്കുകൊണ്ട് നടത്തുന്നുണ്ട് ട്രംപ്. എന്താണ് ട്രംപിന്റെ മനസ്സിലെ പദ്ധതി എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് സെഗ്മെന്റുകളിലേക്ക് എത്താം.